നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് പുതിയ സമൻസ് അയച്ചത് കിഫ്ബി സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലെന്ന് ഇഡി. കേസ് വീണ്ടും ഈ മാസം 18-ന് പരിഗണിക്കും. സമൻസ് അനുസരിച്ച് ഇഡിക്കും മുമ്പാകെ ഹാജരാകണോ എന്ന് ഐസക്കിന് തീരുമാനിക്കാമെന്ന നിലപാട് കോടതി ആവർത്തിച്ചു. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വീണ്ടും സമൻസ് അയക്കാനിടയായ സാഹചര്യവും അതിന് ഐസക്കിനുള്ള മറുപടിയും കേൾക്കാമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഇഡിക്ക് മുമ്പാകെ കിഫ്ബി ഉദ്യോഗസ്ഥൻ ഹാജരായതും രേഖകൾ സമർപ്പിച്ച വിഷയവും 18-ന് തന്നെ പരിഗണിക്കും. ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി തോമസ് ഐസക്കിന് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു. ഈ വിഷയത്തിൽ 6ാമത്തെ സമൻസാണ് ഇഡി അയക്കുന്നത്. എന്നാൽ ഇഡിയുടെ സമൻസ് നിയമവിരുദ്ധമാണെന്നാണ് ഐസക്കിന്റെ നിലപാട്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പുതിയ സമൻസ് അയച്ച കാര്യം ഐസക്കിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ഐസക്കിന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുക സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബി സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ സമൻസ് എന്ന് ഇഡി അറിയിച്ചു. ഈ രേഖകൾ പരിശോധിച്ചപ്പോൾ ഐസക്ക് ഔദ്യോഗിക പദവിയിൽ ഇരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെന്നും മനസ്സിലായി എന്ന് ഇഡി പറഞ്ഞു. അതിനാലാണ് പുതിയ സമൻസ് എന്നും ഇഡി വ്യക്തമാക്കി. സമൻസ് അയക്കാനുള്ള സാഹചര്യം എന്തെന്നും അതിനുള്ള എതിർവാദങ്ങളും 18-ന് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി. സമൻസ് അനുസരിച്ച് ഇഡിക്ക് മുൻപാകെ ഹാജരാക്കണോ എന്ന കാര്യത്തിൽ ഐസക്കിന് തീരുമാനിക്കാം എന്ന് മുൻപ് പറഞ്ഞ് ആവർത്തിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുകയാണ്. 12-ാം തീയതി നിർണായകമാണ്. 18-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കാനായി എടുക്കും. എന്തായാലും ആ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാമെന്നാണ്. അതായത് ഈ ഐസക്ക് ഔദ്യോഗികമായി പദവിയിൽ ഇരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെന്ന് മനസ്സിലായി എന്ന് ഇഡി പറഞ്ഞിരുന്നു. അതിനാലാണ് പുതിയ സമൻസ് എന്നും ഇഡി വ്യക്തമാക്കിയിരുന്നു. സമൻസ് അയക്കാനുള്ള സാഹചര്യം എന്തെന്നും അതിനുള്ള ഈ എതിർവാദങ്ങളും 18-ന് പരിഗണിക്കാമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സമൻസ് അനുസരിച്ച് ഇഡിക്ക് മുൻപാകെ ഹാജരാകണോ എന്ന കാര്യത്തിൽ ഐസക്കിന് തീരുമാനിക്കാമെന്ന് മുൻപ് പറഞ്ഞത് ആവർത്തിക്കുകയാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഐസക് ഒരു പക്ഷേ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെ രേഖകളാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെല്ലാം തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പക്ഷേ ഒരു നേരിട്ട് ഇതുവരെയും എത്തിയിട്ടില്ല. അപ്പോൾ നേരിട്ട് എത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.